ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെരി എന്ന് പറയുന്ന ആ പദം ചേർത്തിട്ടുള്ള കുറച്ച് കൂടി ഗ്രേഡ് കൂടിയ രീതിയിലുള്ള പദങ്ങൾ. അതായത് നമ്മൾ പദങ്ങൾ ഗ്രേഡ് ചെയ്യുമ്പോഴേക്കും അതിന്റെ പല പല ലെവൽസ് ഉണ്ട്. അപ്പോൾ വളരെ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വെരി ചേർത്തിട്ട് നമ്മൾ സെന്റൻസുകൾ ഉപയോഗിക്കും. അപ്പൊ വെരി വെരി ഗുഡ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു വാക്കാണ് വെരി കളർഫുൾ, വളരെ വർണ്ണാഭമായ, ശോഭയേറിയ, ഉജ്ജ്വലമായ, ചൈതന്യമുള്ള, ഊർജ്ജസ്വലതയുള്ള എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ആ ഒരു സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അതാണ് വൈബ്രന്റ്. വൈബ്രന്റ് വൈബ്രന്റ് എന്ന് പറയുമ്പോഴേക്കും വെരി കളർഫുൾ എന്നുള്ളൊരു സെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വൈബ്രന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കാം. ദ ഫ്ലവേഴ്സ് ആർ വൈബ്രന്റ് റെഡ്. ദ ഫ്ലവേഴ്സ് ആർ വൈബ്രന്റ് റെഡ് എന്ന് പറയുമ്പോഴേക്കും ഈ പൂക്കളെല്ലാം നല്ല ചുവന്ന തീക്ഷ്ണതയുള്ള ചുവപ്പ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈബ്രന്റ് റെഡ് എന്നതിലൂടെ. ദ ഫ്ലവേഴ്സ് ആർ വൈബ്രന്റ് റെഡ്. ദ ഡെക്കറേഷൻസ് ഹാഡ് എ വൈബ്രന്റ് ഫീൽ. ദ ഡെക്കറേഷൻസ് ഹാഡ് എ വൈബ്രന്റ് ഫീൽ എന്ന് പറയുമ്പോഴേക്കും ഡെക്കറേഷൻസ് നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്. അത് കാണുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഉജ്ജ്വലത നമ്മുടെ മനസ്സിനെയൊക്കെ തൊട്ടുണർത്തുന്ന ആ രീതിയിലുള്ള കളറുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡെക്കറേഷൻസ് ഹാഡ് എ വൈബ്രന്റ് ഫീൽ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളൊക്കെ നല്ല ഊർജ്ജസ്വലതയുള്ളവരായിരിക്കുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദം കൂടിയാണ് വൈബ്രന്റ്. എങ്ങനെ ഉപയോഗിക്കും? ദ ചിൽഡ്രൻ ആർ വൈബ്രന്റ്. ദ ചിൽഡ്രൻ ആർ വൈബ്രന്റ്. കുട്ടികളൊക്കെ നല്ല ഊർജ്ജസ്വലതയുള്ളവരാണ്. ഒരാളിപ്പോ ഒരു പ്രത്യേക കളറിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. അവനൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പച്ച കളറാണ് ധരിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ സെന്റൻസ് എങ്ങനെ വരും? ഹി വെയർസ് എ വൈബ്രന്റ് ഗ്രീൻ ഷർട്ട്. ഹി വെയർസ് എ വൈബ്രന്റ് ഗ്രീൻ ഷർട്ട്. അടുത്തൊരു വാക്കാണ് വെരി ഡ്രൈ. വെരി ഡ്രൈ, വളരെ ഉണങ്ങി വരണ്ട, ഇലത്തൊക്കെ പൊരിയുക എന്നൊക്കെ പറയൂലേ, ആ രീതിയിൽ ഉപയോഗിക്കാം. അതുകൂടാതെ ദാഹിച്ച് വരണ്ട് എന്നൊക്കെ പറയൂലേ, ആ രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ ആ പദമാണ് പാർച്ച്ഡ്. വെരി ഡ്രൈ എന്നുള്ള സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പാർച്ച്ഡ്. സെന്റൻസുകൾ നോക്കാം. മണ്ണ് വരണ്ടതാണ്. ദ സോയിൽ ഈസ് പാർച്ച്ഡ്. ദ സോയിൽ ഈസ് പാർച്ച്ഡ്. വരണ്ട നിലത്ത് വെള്ളമില്ല. എങ്ങനെ പറയും? വരണ്ട നിലത്ത് വെള്ളമില്ല. There is no water in parched land. There is no water in parched land. എന്റെ തൊണ്ട വരളുന്നു. എങ്ങനെ പറയും? എന്റെ തൊണ്ട വരളുന്നു. My throat is parched. My throat is parched. ഈ ബ്രീഫ് എന്ന് പറയുന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രീഫ് എന്ന് പറയുമ്പോഴേക്കും വളരെ കുറച്ചുള്ള എന്നുള്ള രീതിയിലാണ്. അപ്പൊ ക്ഷണികമായ, അല്പകാലം മാത്രമുള്ള എന്നുള്ള രീതിയിലും നശ്വരമായത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വെരി ബ്രീഫ് എന്നുള്ളൊരു പദം ഉപയോഗിക്കാം. അപ്പൊ ഈ വെരി ബ്രീഫിന് പകരമായിട്ട് നിൽക്കുന്ന ഒരു ഒറ്റ പദമുണ്ട്. ഏതാണെന്നറിയോ? അതാണ് ഫ്ലീറ്റിംഗ്. ഫ്ലീറ്റിംഗ്. വെരി ബ്രീഫ് എന്നതിന് പകരമായിട്ട് നമുക്ക് ഫ്ലീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കാം. കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഒരു സന്ദർശനമായിരുന്നു അത്. കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഒരു സന്ദർശനമായിരുന്നു അത് എന്നെങ്ങനെ പറയും? ഇറ്റ് വാസ് എ ഫ്ലീറ്റിംഗ് വിസിറ്റ്. ഇറ്റ് വാസ് എ ഫ്ലീറ്റിംഗ് വിസിറ്റ്. അത് കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഒരു സന്ദർശനമായിരുന്നു. മഴ കുറച്ചു നേരത്തേക്ക് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള മഴയായിരുന്നു അത്. ഇറ്റ് വാസ് എ ഫ്ലീറ്റിംഗ് റെയിൻ. ഇറ്റ് വാസ് എ ഫ്ലീറ്റിംഗ് റെയിൻ. നമ്മുടെ സമയം ക്ഷണികമാണ്. കുറച്ചു നേരം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഉള്ള സമയം കുറച്ചു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സമയം ക്ഷണികമാണ് എന്നെങ്ങനെ പറയാം? ദ ടൈം ഈസ് ഫ്ലീറ്റിംഗ്. ദ ടൈം ഈസ് ഫ്ലീറ്റിംഗ്. ഫ്ലീറ്റിംഗ് എന്ന് പറയുന്ന പദം ക്ഷണികമായ, നശ്വരമായ, അല്പസമയത്തേക്ക് മാത്രമുള്ള എന്നൊക്കെയുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി വളരെ പതുക്കെ എന്നുള്ള സെൻസിൽ, പതുക്കെ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം വളരെ പതുക്കെ. ഇപ്പൊ സ്ലോ എന്നുള്ള രീതിയിലാണ്. വെരി സ്ലോ. വെരി സ്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ പറയും? വെരി സ്ലോ എന്ന് പറയുമ്പോൾ അതിന് ഒറ്റ പദമാണ് സ്ലഗിഷ്. സ്ലഗിഷ്. അപ്പോൾ സ്ലഗിഷ് എന്ന പദം സെന്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം. മന്ദമായ, അലസതയുള്ള, മന്ദഗതിയിലുള്ള എന്നൊക്കെയുള്ള സെൻസിലാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. എനിക്കിന്ന് രാവിലെ ഒരു മന്ദത അനുഭവപ്പെട്ടു. എനിക്കിന്ന് രാവിലെ മന്ദത അനുഭവപ്പെട്ടു. ഇതിനെ എങ്ങനെ സെന്റൻസിലാക്കി പറയും? I felt sluggish
this morning. I felt sluggish this morning. ഈ മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കുറച്ചൊരു മന്ദത തോന്നുമല്ലോ. അപ്പോൾ ഈ മരുന്ന് എന്നെ ഒരു മന്ദീഭവിപ്പിച്ചു അല്ലെങ്കിൽ മന്ദഗതിയിലാക്കി എന്നെ എന്നുള്ള രീതിയിൽ എങ്ങനെ സെന്റൻസ് ഉപയോഗിക്കുന്നത്? ദ മെഡിസിൻ അല്ലെങ്കിൽ ദിസ് മെഡിസിൻ മെയ്ഡ് മീ സ്ലഗിഷ്. എന്നെ അങ്ങനെ ആക്കി തീർത്തു. അപ്പൊ ആക്കി തീർക്കുക എന്ന് പറയുമ്പോൾ മെയ്ഡ് എന്ന് പറയുന്ന പദം അവിടെ ചേർക്കണം. അപ്പൊ ദിസ് മെഡിസിൻ മെയ്ഡ് മീ സ്ലഗിഷ്. അവന്റെ ചലനം മന്ദഗതിയിലാണ്. അവന്റെ ഒരു ചലനം മന്ദഗതിയിലാണെന്ന് നമ്മൾ എങ്ങനെ പറയും? ഹി ഹാസ് എ സ്ലഗിഷ് മൂവ്മെന്റ്. ഹി ഹാസ് എ സ്ലഗിഷ് മൂവ്മെന്റ്. ഒരു പദമാണ് വൈസ് എന്ന് പറയുമ്പോഴേക്കും ജ്ഞാനിയായ, അല്ലെ, ജ്ഞാനമുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ വെരി വൈസ്, ഒത്തിരി ജ്ഞാനമുള്ള എന്നുള്ള രീതിയിൽ ധിഷണശാലിയായ, ജ്ഞാനിയായ, വിവേകമുള്ള, ബുദ്ധികൂർമ്മതയുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കും. വെരി വൈസ് എന്നുള്ളതിന്റെ ഒറ്റപ്പദം. ആ വാക്കാണ് സെഗേഷ്യസ്. സെഗേഷ്യസ് എന്നാണ് ആ വാക്ക്. വെരി വൈസ് എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സെഗേഷ്യസ്. അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് സെഗേഷ്യസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അവൻ വേഗമുള്ള ഒരു തീരുമാനമെടുത്തു. വിവേകത്തോടു കൂടിയ ഒരു തീരുമാനം. അപ്പൊ നമുക്ക് ഈ സെഗേഷ്യസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അവനൊരു തീരുമാനമെടുത്തു. അപ്പൊ ഹി മെയ്ഡ് എങ്ങനെയുള്ള തീരുമാനം? സെഗേഷ്യസ്. തീരുമാനം എന്ന് പറയുമ്പോൾ ഡിസിഷൻ. ഹി മെയ്ഡ് എ സെഗേഷ്യസ് ഡിസിഷൻ. ഹി മെയ്ഡ് എ സെഗേഷ്യസ് ഡിസിഷൻ. അത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. അത് വളരെ ബുദ്ധിപൂർവകമായിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് വാസ് എ സെഗേഷ്യസ് കമന്റ്. ഇറ്റ് വാസ് എ സെഗേഷ്യസ് കമന്റ്. ഞങ്ങൾ നിങ്ങളുടെ ഈ വിവേകത്തോടു കൂടിയ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബുദ്ധികൂർമ്മതയോടുകൂടി നിങ്ങൾ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തെ മാനിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ സെന്റൻസിലാക്കി പറയുന്നത്? അപ്പം നമ്മൾ അഭിപ്രായത്തെ മാനിക്കുക എന്ന് പറയുമ്പോൾ വി വാല്യൂ യുവർ, നിങ്ങളുടെ സെഗേഷ്യസ് ഒപ്പീനിയൻ, അഭിപ്രായം. ഓക്കെ, വി വാല്യൂ യുവർ സെഗേഷ്യസ് ഒപ്പീനിയൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ വേരി ചേർത്തുള്ള വാക്കുകൾ പഠിച്ചു. അപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.